ഹലോ ടെട്ടടേ. അതെ, ഞാൻ ഒരുപാട് ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പൊട്ടുകുത്തി വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനൊരു പൊട്ടുകുത്തി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൊട്ടുകുത്തി വീഡിയോ ചെയ്തപ്പം എത്ര പേർക്ക് കുരു പൊട്ടിയെന്നറിയോ? അത് മുസ്ലിം മതസ്ഥരെന്നില്ല, ഹിന്ദു മതസ്ഥരെന്നില്ല, അങ്ങനെ പലർക്കും എൻ്റെ പൊട്ട് വളരെ വിഷയമായി. അപ്പോഴുള്ളൊരാഗ്രഹമായിരുന്നു ഒരു നാടൻ ലുക്കിൽ ഒരു പൊട്ടൊക്കെ കുത്തി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പേതേ ഒരു നാടൻ തനി നാടനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പം ഇതിനിപ്പോൾ എന്താ ഇപ്പം വലിയ നാടൻ വേഷം എന്നായിരിക്കും നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പൊട്ടുകുത്തി കണ്ടപ്പോഴേക്കും കുരു പൊട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയത്തില്ല, എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ എങ്കിൽ പോലും അവരോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. എനിക്ക് ഇസ്ലാമായിട്ടോ അല്ലെ ഹിന്ദു ആയിട്ടോ ക്രിസ്ത്യാനി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ നമ്മുടെ കേരളത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യം മറന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പം നിങ്ങളോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പൊട്ടുകുത്തി വീഡിയോ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തട്ടമിട്ട് വീഡിയോ ചെയ്തതുകൊണ്ടോ പൊട്ടുകുത്തിയാൽ ഞാൻ ഹിന്ദു ആവൂല, തട്ടമിട്ടാൽ ഞാൻ മുസ്ലിമും ആവൂല, ഇല്ലേ? മതം എന്ന് പറയുന്നത് പുറമെ നമ്മൾ ആക്ട് ചെയ്യുന്നതല്ല സംഭവം. ഒരു കഥ കേട്ടിട്ടുണ്ടോ? നമുക്കൊക്കെ പട്ടി ഹറാമാണല്ലോ. നമുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കും നീ ഏതാടിയത്, ചോദിച്ചോ, നോ പ്രോബ്ലം. അപ്പം പട്ടി ഹറാമുള്ള ആൾക്കാർക്ക് പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്ത് പോയൊരു കഥ നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ മദ്രസയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ചെന്നാണോ എന്നായിരിക്കും അടുത്ത ചോദ്യം. അതെ, മദ്രസയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ചെന്ന. ഈ തീവ്രമായിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ടല്ലോ, അവർക്കുള്ള ഒരു സ്വഭാവമാണ് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേൽ ഈ മദ്രസയിൽ നിന്നും ഉസ്താദ് പഠിപ്പിച്ചു തന്നതാണെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പം ചില തീവ്രമായ ഹിന്ദുത്വം പറയുന്നൊരു കാര്യം എന്തുവാണെന്നറിയോ? ഹിന്ദുത്വം എന്ന് പറയില്ല, ചില വ്യക്തികൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ പരിസരത്ത് പോകുമ്പോൾ മാത്രമേ തലയിൽ തട്ടമിടുള്ളൂ പോലും, അതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അപ്പം നിങ്ങളൊന്ന് നോക്കിയേ, ഈ പൊട്ടിലും എന്തോ ഒരു ദുരൂഹത ഇല്ലേ? ഇല്ലേ ഇല്ലേ ഏച്ചിയെന്ന് പറയാൻ കാരണം ഇത് തോനെ എടുത്തിടാറ് ഏച്ചിമാരാട്ടോ, ഏട്ടന്മാരങ്ങനെ എടുത്തിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് ചോദിക്കാനുള്ള എന്തുവാണെന്നറിയോ? ഞാൻ പല പ്രാവശ്യം ചോദിച്ചൊരു സംഭവമാണ്. ഈ അമ്പല പരിസരം എന്നൊക്കെ പറയുന്നത് 10,000 കൂടുന്നൊരു സ്ഥലമാണ്. അല്ലെ ഈ കൃഷ്ണനെ വെച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം തട്ടമിടുന്നു എന്ന് പറയുന്നത്. ഈ തട്ടമിടുന്നതും ഇടാത്തതും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ തന്നെയല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ എന്താ ദുരൂഹത? അല്ല, തട്ടമിട്ടത് ഒരു ഇതിൽ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്, തട്ടമിടാത്തത് വേറൊന്നിൽ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ. ഇത് കോമൺ ആയിട്ട് ഞാൻ എല്ലാ തട്ടമിട്ടും ഇടാതെയും പൊട്ടുകുത്തിയും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ എന്ത് ദുരൂഹതയാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഏതായാലും ഞാനൊരു പൊട്ടുകുത്തി വീഡിയോ ചെയ്തപ്പോഴേക്ക് കുരു പൊട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴേ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഒരു തനി നാടൻ ലുക്കിൽ ഒരു ധാവണിയൊക്കെ എടുത്തിട്ട് പൊട്ട് കുത്തിയിട്ടൊക്കെ വരണമെന്ന്. ഇനി ഇതിൻ്റെ പുറത്ത് ആർക്കാ കുരു പൊട്ടുക? ആരാ അപ്പം കുരു പൊട്ടിയിട്ട് വരിക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആര് തന്നെ വരികയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ ചിലവിലല്ല ജീവിക്കുന്നത്. ഇവരൊക്കെ ഒരു ചിന്താഗതി ഉണ്ട്, ഇവരൊക്കെ പറയുന്ന ഭാഗം ഇവരുടെ ഭാഗം മാത്രമേ ശരിയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. എന്നാലോ ഇവരെക്കുറിച്ച് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും നമ്മളൊരു മോശമായിട്ട് പറയുമ്പോഴേക്കും അവർക്കോ കുരു പൊട്ടുക. നമ്മളെ പറ്റി എന്തും പറയാം, പക്ഷെ നമുക്ക് പറയാൻ പാടില്ല. ഇത് എവിടുത്തെ ന്യായവും നിയമവുമാണ്? ഇത് വളരെ മോശമല്ലേ? പറയുമ്പോൾ ഇങ്ങോട്ടെറിഞ്ഞാൽ അങ്ങോട്ടും എറിയണം എന്നാണല്ലോ, തിരിച്ചറിയുമ്പോൾക്ക് അവർക്ക് കൊണ്ടുപോവുക. അപ്പോൾ എൻ്റെ തട്ടത്തെ ചൊല്ലി പല പല വിവാദങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ തട്ടത്തിന് എന്തോ ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയും പോസ്റ്റ് ചെയ്യണം. ഈ പൊട്ടിനും എന്തോ ഒരു ദുരൂഹതയുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരിക്കൽ കൂടി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്.
നീ ഇന്ന മതസ്ഥയാകുന്നു, നീ ഇന്ന മതസ്ഥ ആവണമെന്ന് പറയാനും ഒരാൾക്കും അവകാശമില്ല. കാരണം ഏത് മതം സ്വീകരിക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന അറിയാത്ത വ്യക്തികളൊന്നുമല്ലല്ലോ. അപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഹിന്ദു ആവാനും പോകുന്നില്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ മുസ്ലിം ആവാനും പോകുന്നില്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ തലേന്ന് തട്ടെടുക്കാനും പോകുന്നില്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പൊട്ടുകുത്താനും പോകുന്നില്ല. ഒക്കെ ഓരോരുത്തരെ, എനിക്ക് പൊട്ടുകുത്തണം തോന്നിയാൽ ഞാൻ പൊട്ടുകുത്തും, എനിക്ക് ഷാളിടണം തോന്നിയാൽ ഷാളിടും, എനിക്ക് തട്ടമിടണമെന്ന് തോന്നുന്നത് വെച്ചാൽ തട്ടമിടും. ഇതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ? നിങ്ങളല്ലല്ലേ എനിക്ക് ചിലവിന്, നേരെ മറിച്ച് നിങ്ങളാണ് എനിക്ക് ചിലവിന് തരുന്നത്, നിങ്ങളുടെ ചിലവിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം നിനക്ക് ചിലവിന് തരുന്നത് ഞാനല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ ആരുടെയും ചിലവിലോ നിങ്ങളുടെ മാതാപിതാക്കളുടെ ചിലവിലോ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത്. അപ്പം എന്തിന് ഞാൻ നിങ്ങളെ ഭയക്കണം? ഭയക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ ഭയക്കേണ്ടത് നീതിയെയും നിയമത്തെയാണ്. അവരെ രണ്ടാളെയും ഞാൻ ധിക്കരിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. നീതിയും നിയമവും എവിടെയും പറയുന്നില്ല ഒരു വ്യക്തി തട്ടമിടണമെന്നും ഇടരുത് എന്നുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ അപ്പം പലർക്കും കുരു പൊട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇവളുടെ ഈ പൊട്ടിൽ എന്തോ ഒരു ദുരൂഹത, എടുത്തിട്ടോ, ഇതേ ജസ്ന മതം മാറി എടുത്തിട്ടോ, അങ്ങനെ പറഞ്ഞ് പല 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 ആൾക്കാരും, ചില ഏച്ചിമാർക്കാണ് കുരു പൊട്ടുന്നത്. എൻ്റെ ഏച്ചിയേ, നിങ്ങളിത് എടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്ന പൊട്ടുകുത്തിയിൽ ദുരൂഹത എന്ന് തന്നെ ക്യാപ്ഷൻ കൊടുക്കണം, അല്ലാതെ അത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വേഷത്തിൽ വരണമെന്ന്. അപ്പം എനിക്ക് ഇപ്പം റമദാനിൽ അവൾ പൊട്ടുകുത്തി, അവൾ നരകത്തിലേക്ക് എന്ന് പറയുന്ന കുറച്ച് കാക്കാമാരും ഉണ്ട്. കാക്കാമാർ മാത്രമല്ല കേട്ടോ, താത്താമാരും ഉണ്ട്. അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നരകത്ത് പോകുന്നുള്ള പേടിയാണ് നിങ്ങൾക്കെങ്കിൽ മാണ്ട മക്കളെ, എനിക്ക് നരകവും സ്വർഗവും ഒക്കെ ഈ ഭൂമിയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ധനമുള്ളവൻ സ്വർഗത്തിലും ധനമില്ലാത്തവൻ നരകത്തിലും എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് ഇവിടുത്തെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അവിടെ പോയിട്ട് എന്താ പറയുക, പാലൊഴുകുന്ന പുഴയും ഹൂറിമാരും മദ്യപ്പുഴയും ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. ഒന്നാമത് ആൽക്കഹോളിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ മദ്യപ്പുഴയിലൊക്കെ പോയി കുളിക്കാൻ മാത്രമെന്നുള്ള ആഗ്രഹം എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് സ്വർഗത്ത് പോകണ്ട. നേരെ മറിച്ച് നരകത്തിലാണേ എൻ്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സും അവിടെ തന്നെ ഉണ്ടാവും. കാരണം അവന്മാരുടെ സ്വഭാവം എനിക്കറിയാവുന്നതാണ്. അപ്പം ഇവന്മാരൊക്കെ അവിടെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞങ്ങൾ അവിടെ ജോലി അഴിച്ച് നൻപനെ പോയി ആരുമില്ലേ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ ജോലി അടിച്ച് അങ്ങനെ ജീവിക്കും. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങളോട് എന്താ വെച്ചാൽ, ഓൾറെഡി എനിക്കിതാണ് സ്വർഗവും നരകവും നിശ്ചയിക്കുന്ന ഭൂമി. കാരണം ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്, മാതാപിതാക്കൾ എവിടെയുണ്ടോ അവിടെയാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. രണ്ട് വിഭാഗക്കാരും, ഒരാൾ പൊട്ടുകുത്തിയതിൽ എന്തോ ദുരൂഹത എന്ന് പറഞ്ഞിട്ടും ഒരാൾ തട്ടം അയച്ചതിൽ എന്തോ ദുരൂഹത എന്ന് പറഞ്ഞിട്ടും വേഗം പോസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റ് ഞാൻ ഇട്ട് തരണ്ടേ? ആ പോസ്റ്റാണ് ഈ പോസ്റ്റ്. അപ്പോൾ ടാറ്റാ.